നല്ല കാറ്റ്. അപ്പോൾ കാറ്റ് കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായി. നല്ല രസമല്ല നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവധിക്ക് വരുമ്പോഴായാലും കുറച്ച് സമയമേ ഉള്ളൂ, ആ ഒരു വിഷമേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് തീരും അവധി. ഒന്നും വളരെ സന്തോഷമായിരുന്നു, പോകാറായപ്പം വളരെ സങ്കടവും. പക്ഷെ നമ്മൾ പോകാറാകുമ്പോൾ സങ്കടമാണെങ്കിൽ നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടാവും. എൻ്റെ കൈ മുഴുവനേ നല്ല ഡ്രൈ ആയിരുന്നു. അത് ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് ആൽക്കഹോൾ ഹാൻഡ് റബ്ബ് സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ ഹോസ്പിറ്റലിൽ, നമ്മൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കയ്യിലോട്ട് ഇങ്ങനെ അങ്ങ് റബ്ബ് ചെയ്യുമായിരുന്നു. അങ്ങനെ കയ്യിലെല്ലാം അലർജിയായി. ഈ കൈ ഫുള്ള് അങ്ങ് അലർജി പോലെ ഓവറായിട്ട് അങ്ങ് ഡ്രൈ ആയി. ഇപ്പം ഞാനൊരു ക്രീം പുരട്ടുന്നുണ്ട്. അതെന്തായാലും ഒരു ഫാർമസിസ്റ്റ് പറഞ്ഞു തന്നാണ് കേട്ടോ. അതെന്തായാലും ഞാൻ സെറ്റാഫിലും അതുപോലെ പിന്നെന്തായിരുന്നു വേറൊരു ക്രീമുണ്ടല്ലോ, ക്യൂബി ഒന്നുമല്ല, സെറ്റാഫിൽ അതുപോലെ തന്നെ ഒരു ക്രീമുണ്ട് യൂസറിൻ. നല്ല വിലയാണ് സെറ്റാഫിൽ. ഞങ്ങളുടെ 15 BD എന്ന് പറയുമ്പോൾ 15 BD ഇവിടുത്തെ എത്ര 3000 രൂപയ്ക്കാവും. അതുപോലെ യൂസറിനും അതുപോലെ തന്നെ 13 BD ഒക്കെയാണ്. എന്നിട്ട് ഞാൻ അതൊന്നും ആദ്യം അത് വാങ്ങിക്കാനാണ് ഫാർമസി പോയത്. അപ്പോൾ ഫാർമസിസ്റ്റ് എന്നോട് പറഞ്ഞ് ഒരു ഐഡിയ ഉണ്ട്, അതുപോലെ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവർ പറഞ്ഞതുപോലെ ചെയ്തു. പക്ഷേ ഞാനൊരു 2 ക്രീം വാങ്ങിച്ചു. 2 ക്രീം എനിക്ക് എഫക്റ്റീവാട്ടോ. അപ്പോൾ നോക്കാം, എൻ്റെ കൈ നോക്ക്, കയ്യിൽ ഡ്രൈനെസ് ഉണ്ടോ? ഇല്ല, കുറഞ്ഞില്ലേ? കുറച്ച് നാളേക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ എല്ലാം അങ്ങ് ഡ്രൈനെസ് ആയിരുന്നു, എക്സീമ പോലെ അങ്ങ് വന്ന് സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആയിട്ട് അവിടെ എല്ലാം അലർജിക്ക് പോലെ ആയതായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഹാൻഡ് റബ്ബ് തൊടത്തേ ഇല്ല. ഹാൻഡ് റബ്ബ് പോയിട്ട് സോപ്പ് പോലും എനിക്കിപ്പം തൊടാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനിപ്പോൾ ഈ ക്രീം പുരട്ടി സക്സസ് ആയിട്ടുണ്ട്. ആ ക്രീം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബെപ്പാന്തൻ എന്ന് പറഞ്ഞൊരു ലോഷൻ, ബോഡി മിൽക്ക് ഫോർ സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു ലോഷൻ. ഇത് ആരുടെ പ്രൊഡക്റ്റ്? ജർമ്മനിയുടെ, മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. ഇത് നല്ലതാണ്. ഇത് പക്ഷേ 7 ദിനാറാണ്. കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ലേശം ഞാൻ പുരട്ടിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യമല്ല പറയാൻ വന്നത്, ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഞാൻ പറയാൻ വന്നത് ഇപ്പം അതായത് ഇപ്പോൾ ഒത്തിരി പേര് ഗ്ലിസറിൻ ഡയറക്റ്റ് പുരട്ടാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഗ്ലിസറിൻ യൂസ് ചെയ്യും. ഇപ്പം ഗ്ലിസറിൻ ഡയറക്റ്റ് പുരട്ടുന്നതിൽ നല്ലത്. ഇപ്പം നിവിയുടെ ക്രീം ഇച്ചിരി കട്ടിയുള്ള ക്രീമല്ലേ, ഇപ്പം നിവിയുടെ കുറച്ച് ക്രീം ഒരു ഇത്രയും എടുക്കാൻ പറ്റുമോ? നിവിയുടെ ക്രീം കുറച്ച് എടുത്തിട്ട്, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണെന്ന് തോന്നുന്നു, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഇരിക്കട്ടെ. കൈയുടെ ഡ്രൈനെസ് മാറ്റാൻ എളുപ്പമാണ്. ഒരു തുള്ളി അല്ല 1-2 തുള്ളിയുണ്ട്. ഒരു ഗ്ലിസറിൻ ഒന്നും ഇട്ടു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ടും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ, നല്ലതായിട്ട് മിക്സായി. ഇപ്പോൾ നല്ലൊരു ഇമോളിയൻ്റ്, നല്ലൊരു സ്കിന്ന് സോഫ്റ്റായിട്ട് ഇരിക്കുന്നു. ഇനി ഇത് നമുക്ക് പുരട്ടിയാൽ മതി. എനിക്ക് തോന്നുന്നു 12 hours വരെ ഇതിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ക്രീം അതിൻ്റെ എഫക്റ്റ് നിൽക്കും കേട്ടോ. അപ്പം ഞാൻ ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് നല്ല എഫക്റ്റീവാണ്. ഞാൻ ഒരുപാട് ക്രീം വാങ്ങിച്ച് പൈസ കളഞ്ഞതാണ് ഇങ്ങനെ ഡ്രൈ ആയപ്പോഴേ. അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് ഒരു ഫാർമസിസ്റ്റ് തന്നെ പറഞ്ഞത്. അവർക്കാവും ബേസിക് നോളജ് ഉണ്ടല്ലോ, ഓരോ മെഡിസിൻ, ഓരോ പ്രോഡക്റ്റിൻ്റെയും അതിൻ്റെ ഒരു ബേസിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് അവർക്കറിയാമല്ലോ. എന്തായാലും എല്ലാത്തിനും ഗ്ലിസറിനും അല്ലെങ്കിൽ ലിക്വിഡ് പാരഫിനും ഒക്കെ കാണും. ഇതെല്ലാം ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ കയറ്റിയൊക്കെ പല കമ്പനിക്കാരും പല രീതിയിൽ വിടുമ്പോൾ അതിനെല്ലാം പൈസ കൂട്ടി. നമ്മളാണെങ്കിൽ നമ്മളതെല്ലാം വാങ്ങിച്ച് പൈസ കളയുകയും ചെയ്യും. ലേശം കൂടുതൽ വീണുപോയി. അപ്പം കണ്ടോ, എൻ്റെ കൈ നല്ല സോഫ്റ്റായത് കണ്ടോ. അപ്പോൾ ഇതൊരു 12 hours വരെയും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാനിച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു പോയി കയ്യിൽ. കുറച്ചെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഗ്ലിസറിൻ മിക്സ് ചെയ്ത് ഇച്ചിരി തിക്കായ ക്രീം വേണം. അതിനാണ് ഞാൻ നിവിയ ക്രീം സെലക്ട് ചെയ്തത്. പിന്നെ ചിലർ പറയും നിവിയ തേച്ച് കഴിഞ്ഞാൽ കൈ കറുക്കുമെന്നൊക്കെ. എൻ്റെ കൈയൊന്നും കറുത്തിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരുപാട് വില കൊടുത്ത് വലിയ കൂടിയ ക്രീമൊക്കെ വാങ്ങിക്കാതെ ഇതേപോലെ ഒരു നിവിയയും ഇച്ചിരി ഗ്ലിസറിനോടൊക്കെ വാങ്ങിച്ച് മിക്സ് ചെയ്ത് പുരട്ടി കഴിഞ്ഞാൽ കൈയായാലും കാലായാലും നല്ലതായിട്ട് സ്മൂത്തായിട്ടിരിക്കും, ഡ്രൈനെസ് ഒക്കെ മാറും കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് അറിയാം, എനിക്കറിയാം ഒരുപാട് പേർക്ക് അറിയാമെന്ന്. അറിയാത്തവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ടപ്പേ?